യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഇന്ന് ലോകത്തിലെ തന്നെ നമ്പർ 1 സൂപ്പർ പവർ. മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശക്തിശാലികളായിട്ടുള്ള സാമ്രാജ്യങ്ങളിലൊന്ന്. എന്നാൽ ഇങ്ങനെയെല്ലാം അമേരിക്കയ്ക്ക് ആകാൻ സാധിച്ചതെങ്ങനെ? മറ്റ് രാജ്യങ്ങളിൽ നിന്നെല്ലാം ദൂരെയാണ് അമേരിക്ക സ്ഥിതി ചെയ്യുന്നത്. എന്നിട്ടും എങ്ങനെയാണ് അമേരിക്കയ്ക്ക് ഈ നമ്പർ 1 പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ കഴിയുന്നത്? 1890 മുതൽ ഇന്ന് 2024 വരെ എങ്ങനെ അമേരിക്ക വൻ ശക്തിയായി നിലനിൽക്കുന്നു? ലോകത്തിലെ 20%-ലധികം മാനുഫാക്ചറിങ് ഇവിടെയാണ് നടക്കുന്നത്. 40%-ലധികം മിലിറ്ററി ഷെയറിങ്ങും ഇവരാണ് ചെയ്യുന്നത്. ലോക ജനസംഖ്യയിൽ വെറും 4.23% മാത്രമാണ് അമേരിക്കയിലുള്ളത്. ലോകത്തിലെ 30%-ലധികം സമ്പത്തും റിസോഴ്സസും ഇന്ന് അമേരിക്കയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അമേരിക്കയുടെ നിങ്ങൾക്കറിയാത്ത ആ ഒരു പുതിയ അധ്യായത്തിലേക്കാണ്. അമേരിക്കൻ ജിയോഗ്രഫി. നോർത്ത് അമേരിക്ക സ്ഥിതി ചെയ്യുന്ന ഭാഗം ഗോഡ് ഗിഫ്റ്റഡ് പ്ലേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഈ ഒരു പ്രദേശത്ത് ഏതൊരു ഹ്യൂമൻ സിവിലൈസേഷൻ വന്നാലും അവർ വേൾഡ് പവർ ആകുമെന്നുള്ളത് തീർച്ചയാണ്. അത്രയ്ക്ക് ഗോഡ് ഗിഫ്റ്റഡ് ആയിട്ടുള്ളൊരു പ്രദേശമാണ് ഇവിടം. ഇതിലേറ്റവും പ്രധാനം മിസിസിപ്പി റിവറാണ്. ലേക്ക് ഇറ്റാസ്കയിൽ തുടങ്ങി ഗൾഫ് ഓഫ് മെക്സിക്കോ വരെ നീണ്ടു നിൽക്കുന്ന നോർത്ത് അമേരിക്കയിലെ രണ്ടാമത്തതും ലോകത്തിലെ തന്നെ 4ാമത്തതുമായ ഏറ്റവും വലിയ റിവർ. ഏകദേശം 33 ചെറുതും വലുതുമായ റിവറുകളും നോർത്ത് അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ റിവറായ മിസൂറി റിവറും ഈ ഒരു റിവറുമായി കൂടിച്ചേരുന്നു. അമേരിക്കയെ ഗ്ലോബൽ പവർ ആക്കിയതിൽ ഈ ഒരു നദിക്ക് വളരെ വലിയ പങ്കുണ്ട്. അമേരിക്കയിലെ തന്നെ 33 സംസ്ഥാനങ്ങളിലെ വിവിധ നദികളിലെ വെള്ളം ഒത്തുചേരുന്നത് ഈ ഒരു നദിയിലാണ്. ഏകദേശം 4000 കിലോമീറ്ററാണ് ഈ ഒരു നദി മുഴുവനായി കവർ ചെയ്യുന്നത്. ഈ ഒരു നദിയുടെ സ്പെഷ്യാലിറ്റി എന്നത് ഇതിൻ്റെ വലിപ്പമല്ല, മറിച്ച് വളരെയധികം സഞ്ചാരയോഗ്യമായിട്ടുള്ള ഒരു നദിയാണിത്. ഏതൊരു ചെറുതും വലുതുമായിട്ടുള്ള ഷിപ്പുകൾക്കും ഇതിലൂടെ യാത്ര ചെയ്യാം. ഗൾഫ് ഓഫ് മെക്സിക്കോ വഴി എൻ്റർ ചെയ്യുന്ന ഏതൊരു കപ്പലിനും അമേരിക്കയുടെ നോർത്തേൺ പാർട്ടിലേക്ക് സുഗമമായി പോകാം. ഇത് വളരെയധികം ചെറിയ ചിലവിൽ അമേരിക്കയ്ക്ക് വളരെ വലിയ ട്രേഡ് നൽകുന്നു. വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ മിസിസിപ്പി റിവറിനടുത്തായി സ്ഥിതി ചെയ്യുന്ന വ്യവസായിക ഗ്രാമീണ മേഖലകളിലെ പല വസ്തുക്കളും പുറം ലോകത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ ഇതുവഴി അമേരിക്കയ്ക്ക് സാധിക്കുന്നു. ചെറുതും വലുതുമായ പല റിവറുകൾ ഈ ഒരു റിവറുമായി കൂട്ടിമുട്ടുന്നത് കൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള സിറ്റികൾ ഓട്ടോമാറ്റിക്കായി പോർട്ട് സിറ്റികളായി മാറുന്നു. അതായത് ഇവർ തങ്ങളുടെ സാധനങ്ങൾ പുറം ലോകത്തേക്ക് വളരെ ചീപ്പ് റേറ്റിൽ എക്സ്പോർട്ട് ചെയ്യുന്നു. കൂടാതെ തന്നെ അമേരിക്കയിലെ അഗ്രികൾച്ചറിന് ഈ ഒരു റിവർ നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. കോൺ, സോയ, വീറ്റ് തുടങ്ങി വ്യത്യസ്തങ്ങളാർന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ അമേരിക്ക ഈ ഒരു നദിയുടെ സഹായത്തോടെ മാത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അമേരിക്കയിലെ തന്നെ 92%-ലധികം കാർഷിക ഉൽപ്പന്നങ്ങളെ എക്സ്പോർട്ട് ചെയ്യുന്നതും 1.2 മില്യൺ തൊഴിലവസരങ്ങളും ഏകദേശം $345 ബില്യൺ പ്രോഫിറ്റുമാണ് അമേരിക്കയ്ക്ക് ഒരു വർഷം ഈ ഒരു മിസിസിപ്പി റിവർ ഉണ്ടാക്കി നൽകുന്നത്. അമേരിക്കൻ കോസ്റ്റ് ലൈൻ. ഏകദേശം 20,000 കിലോമീറ്റർ വലിപ്പമുള്ള ലോകത്തിലെ തന്നെ 8ാമത്തെ ഏറ്റവും വലിയ കോസ്റ്റ് ലൈൻ. ആഫ്രിക്കയിലെ കോസ്റ്റ് ലൈനിനെ വെച്ച് 5 മടങ്ങ് വലിപ്പമേറിയ US കോസ്റ്റ് ലൈൻ. USA പറ്റി പറയുമ്പോൾ ഇതാണ് USA ഹിഡൻ ജെം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. അതായത് തൊട്ടടുത്തായി പസഫിക് ഓഷൻ, തൊട്ടപ്പുറത്തായി അറ്റ്ലാന്റിക് ഓഷൻ, 2 വശത്താലും സമുദ്രത്താൽ മൂടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക ഈ 3 പ്രദേശത്തു നിന്നുമുള്ള ട്രേഡ് അമേരിക്കയ്ക്ക് തന്നെ ലഭിക്കുന്നു. അങ്ങനെയുള്ളപ്പോൾ യാതൊരുവിധ ടാക്സേഷനും അവർക്ക് നൽകേണ്ടതില്ല. ഇതിനെയാണ് യഥാർത്ഥ ഗോഡ് ഗിഫ്റ്റഡ് ജിയോഗ്രഫി എന്ന് വിളിക്കുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക മറ്റു രാജ്യങ്ങളിൽ നിന്നെല്ലാം ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു കാര്യം ഞാൻ വീഡിയോയുടെ ആരംഭത്തിൽ തന്നെ നിങ്ങളോട് പറഞ്ഞതാണ്. അറ്റ്ലാന്റിക് ഓഷനിൽ യൂറോപ്പിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ഏകദേശം 5000 കിലോമീറ്റർ അകലെയാണ് USA സ്ഥിതി ചെയ്യുന്നത്. പസഫിക് ഓഷനിൽ ഏഷ്യയിൽ നിന്നും ഏകദേശം 10,000 കിലോമീറ്റർ അകലെ. അതുകൊണ്ട് തന്നെ കപ്പൽ മാർഗത്തിൽ അമേരിക്കയെ അറ്റാക്ക് ചെയ്യാൻ ഒരു രാജ്യത്തിനും സാധിക്കുകയില്ല. 1776 അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ഏറ്റവും പ്രധാന കാരണവും അമേരിക്കയുടെ ഈ യുണീക്ക് ജിയോഗ്രഫിയാണ്. ഈ ഒരു ജിയോഗ്രഫിയുടെ സഹായത്തോടെ മറ്റ് രാജ്യങ്ങളിൽ നിന്നെല്ലാം വളരെ മികച്ച രീതിയിൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറാനും അതുവഴി സാങ്കേതിക പുരോഗതി നേടാനും അമേരിക്കയ്ക്ക് ചെറിയ സമയം കൊണ്ട് തന്നെ സാധിച്ചു.
രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ജപ്പാൻ അമേരിക്കയുടെ പോൾ ഹാർബറിൽ അറ്റാക്ക് നടത്തിയപ്പോൾ വളരെ സുഗമമായി രക്ഷപ്പെടാൻ കഴിഞ്ഞത് ഇതുകൊണ്ടാണ്. ഇതിൻ്റെ എല്ലാം അർത്ഥം അമേരിക്കയ്ക്ക് യാതൊരുവിധ വീക്ക്നെസ്സും ഇല്ല എന്നാണോ? എന്നാൽ അങ്ങനെയല്ല. അമേരിക്കയ്ക്ക് വളരെ വലിയ ഒരു വീക്ക്നെസ് ഉണ്ട്. അമേരിക്കയുടെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജുകളിൽ ഒന്നാണ് മിസിസിപ്പി റിവർ. എത്രത്തോളം ഇത് അമേരിക്കയ്ക്ക് പ്രോഫിറ്റബിൾ ആണോ അത്രയും തന്നെ ഡിസഡ്വാൻറ്റേജ് നൽകുന്നു. തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന ക്യൂബ, അതായത് ഗൾഫ് ഓഫ് മെക്സിക്കോയിലൂടെ എൻ്റർ ചെയ്യുന്ന കപ്പലുകൾ അറ്റ്ലാന്റിക് ഓഷനിലേക്ക് എത്തണമെങ്കിൽ ക്യൂബയുടെ റൂട്ട് വഴി മാത്രമേ പോകാൻ കഴിയൂ. എന്നെങ്കിലും ക്യൂബ ഈ ഒരു മാർഗം ബ്ലോക്ക് ചെയ്താൽ അമേരിക്കയ്ക്ക് അത് വളരെ വലിയ ഒരു തിരിച്ചടിയാകും. ഏതെങ്കിലും ഒരു ഡെവലപ്ഡ് നേഷൻ ക്യൂബയെ ഉപയോഗിച്ച് ഈ ഒരു കാര്യം ചെയ്താൽ അത് USA വളരെ വലിയ ഒരു തിരിച്ചടിയായി മാറും. 1960 കോൾഡ് വാറിൻ്റെ ടൈമിൽ സോവിയറ്റ് യൂണിയൻ USA തകർക്കാനായി ക്യൂബയിൽ ഇതുപോലെയൊരു പ്രവർത്തനം നടത്തിയതാണ്. എന്നാൽ അമേരിക്ക ക്യൂബയുടെ ഗവൺമെൻറ്റിനെ തന്നെ തകിടം മറിച്ചു. ഒരു ഡെവലപ്ഡ് ക്യൂബ എന്നും അമേരിക്കയ്ക്ക് ത്രെഡ് തന്നെയാണ്. 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ റിസോഴ്സസ് ആയിട്ടുള്ള ഓയിൽ ആൻഡ് ഗ്യാസ് റിസോഴ്സസ്, ഇത് പൂർണ്ണമായും അമേരിക്കയ്ക്ക് ഒറ്റയ്ക്ക് തന്നെയുണ്ട്. അതായത് മറ്റൊരു രാജ്യത്തിനെ ആശ്രയിക്കേണ്ട ആവശ്യകത അമേരിക്കയ്ക്കില്ല. അതുതന്നെയാണ് അമേരിക്ക എന്ന ഈ ഒരു ജിയോഗ്രഫി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗോഡ് ഗിഫ്റ്റഡ് ആണെന്ന് ഞാൻ പറഞ്ഞത്. മറ്റേതൊരു രാജ്യം ഈ ഒരു രാജ്യത്തെ ബൈക്കൗട്ട് ചെയ്താലും ഈ ഒരു രാജ്യത്തിന് യാതൊരുവിധ കുഴപ്പവും പറ്റുകയില്ല. സ്വർണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും കൽക്കരിയുടെയും ഖനിയുടെയും കാര്യത്തിലാണെങ്കിലും അമേരിക്ക വളരെയധികം സമ്പന്നമാണ്. നോ ഡൗട്ട് 200 വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയുടെ ഫൗണ്ടിങ് ഫാദേഴ്സ് ആയിട്ടുള്ളവർ അമേരിക്കയ്ക്ക് നൽകിയ ഈ ഒരു ചെറിയ സ്റ്റാർട്ടപ്പ് ഇന്ന് വേൾഡ് വൈഡായി അമേരിക്കയെ സൂപ്പർ പവറാക്കി. കൂടാതെ ഈ ഗോഡ് ഗിഫ്റ്റഡ് ആയിട്ടുള്ള ജിയോഗ്രഫിയിൽ ഏതൊരു സിവിലൈസേഷൻ വന്നാലും അവർ സൂപ്പർ പവർ ആകുമെന്നുള്ളത് തീർച്ചയാണ്. അതാണ് വീഡിയോയുടെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ചെറിയ തോതിലെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ഓളിൽ ഇനേബിൾ ചെയ്യുവാനും വീഡിയോയ്ക്കൊരു ലൈക്ക് നൽകി കൂട്ടുകാരുമായി വീഡിയോ പരമാവധി ഷെയർ ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും മറക്കരുത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരേക്കും എന്നത്തെയും പോലെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.